നമസ്കാരം സുഹൃത്തുക്കളെ. ഓച്ചിറ അമ്പലത്തിലൊന്ന് തൊഴാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ വന്ന് തൊഴുതൊക്കെ കഴിഞ്ഞപ്പം അന്തേവാസികൾ നമ്മളെ പിടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഈ ദിവസം അവർക്ക് അന്നദാനം കൊണ്ട് കൊടുക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വർഷം നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. വീട്ടിലൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർക്കെല്ലാം ചായക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടവർക്കെല്ലാം അവിടെ ഏതാണ്ട് 10-100 അന്തേവാസികളുണ്ട്. എല്ലാവരും നമ്മളെ അറിയുന്നില്ലേ, നമ്മൾ കടയുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും ചായക്കുള്ള പൈസ കൊടുക്കുക. അവരത് ഓർത്തിരുന്നെന്നുള്ളത്, നമ്മൾ ഓർക്കുന്നില്ലെങ്കിലും അവർക്കതൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ച് നൈസായിട്ട് തൊഴുതിട്ട് അവിടുന്ന് വലിയാന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. അവരെല്ലാവരും ചോദിച്ച് ഇന്ന് ചോറില്ലയോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഞാൻ നേരത്തെ ഇത് കരുതിയിരുന്നു എല്ലാവർക്കും, അഥവാ നടന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി ക്യാഷുമായിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ചായ കുടിക്കാനുള്ള പൈസ ഒരുപാടൊന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ടില്ല. ചായ കുടിക്കാനുള്ള എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ രാവിലെ ക്ഷേത്ര ദർശനമാണ്. കുടുംബക്ഷേത്രങ്ങളിലെല്ലാം പോയി അതിനുശേഷം ഓച്ചിറ വന്നു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ തന്നെ നമുക്കാകെയുള്ള പരിപാടികൾ. അപ്പം പതിവ് പോലെ ഒരു വയസ്സും കൂടെ കൂടുന്നു, നമുക്ക് ആയുസ് കുറയുന്നു, മരണത്തിലേക്കുള്ള ദൂരം കുറയുന്നു. ഒരേ വയസ്സ് കൂടുമ്പോഴും നമ്മളെല്ലാവരും ഒരേ വയസ്സ് കൂടുമ്പം നമുക്ക് മരണത്തിലേക്കുള്ള ദൂരം കുറയുകയാണ്, ആയുസ് കുറയുകയാണെന്ന് ചുരുക്കം. എല്ലാവരും കേക്ക് മുറിച്ചാണ് അത് ആഘോഷിക്കുന്നത്. നമ്മളെന്തായാലും കേക്ക് മുറിച്ചൊന്നും ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാധാരണ ദിവസം പോലെ തന്നെ ഇങ്ങനെ പോവുക, എല്ലാവരെയും കണ്ട്. ഓച്ചിറ അമ്പലത്തിൽ കുറേ നേരം ചിലവഴിച്ചിട്ട് ചുമ്മാ നിന്ന് ഒരു ദിവസം എവിടെയെങ്കിലുമൊക്കെ കറങ്ങി ചിലവാക്കുക. ഇന്നൊരു ദിവസം ഫ്രീ ആണ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ ആയിരംതെങ്ങ് ബീച്ചിൽ ഇറങ്ങുന്നൊന്നുമില്ല. ആയിരംതെങ്ങ് പാലത്തെ വരെ വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് സമയം നല്ല ശുദ്ധവായുവൊക്കെ കൊണ്ട് കാറ്റുമൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നല്ല സുന്ദരമായ കാഴ്ചകളും പ്രകൃതി ഭംഗികളും ഒക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ദിവസം ഇന്ന് തള്ളി നീക്കാം. അങ്ങനെ ആയിരംതെങ്ങ് പൊഴിമുഖമാണ്, പൊഴിയുടെ മേളിൽ കൂടെയുള്ള പാലമായത്. കടലും കായലും കൂടെ ബന്ധിപ്പിക്കുന്ന പൊഴിമുഖമാണ് ആയിരംതെങ്ങ്. അഴീക്കൽ പൊഴിമുഖമാണിത്. അതിൻ്റെ മേളിൽ കൂടെയുള്ള പാലമാണ്. നേരത്തെ നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത്. അപ്പോൾ സമയം കിട്ടാനുള്ള സമയങ്ങളിലൊക്കെ അവിടെ പോയി ഇരിക്കാറുണ്ട്. ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചിട്ടൊക്കെ വരും. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ല. കുറച്ച് നേരം അവിടെ പോയി ഇരിക്കുമ്പോൾ തലയിലെ കുറച്ച് ടെൻഷനൊക്കെ കുറയും. ഇന്നല്ലാതെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇന്നങ്ങനെ ഏഞ്ചൽ കമ്പനിക്ക് ലീവ് കൊടുത്തിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുമുണ്ട് കേട്ടോ. ഈ വീഡിയോയിലൂടെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് മെസ്സേജ് ഇടാവുന്നതാണ്. സാധനം നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ശരി, ബൈ.